ഹായ് ഫ്രണ്ട്സ്, മരക്കാർ, ആറാട്ട്, മോൺസ്റ്റർ, എലോൺ. കോവിഡിന് ശേഷം മോഹൻലാലിൻ്റെതായി എത്തിയ തിയേറ്റർ റിലീസുകളാണ് ഈ പറഞ്ഞത്. ഒരു മോഹൻലാൽ ആരാധകനെ സംബന്ധിച്ച് ഏറ്റവും അധികം നിരാശ നൽകിയ 4 റിലീസുകൾ. കോവിഡിന് ശേഷം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയധികം നെഗറ്റിവിറ്റി കേട്ട 2 നടന്മാരേ ഉള്ളൂ. ഒന്ന് മോഹൻലാൽ, 2 അക്ഷയ് കുമാർ. ഓരോ മലയാള സിനിമാ പ്രേമിയെ സംബന്ധിച്ചും മോഹൻലാലിന്റെ തിരിച്ചുവരവ് അത്രയും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഫാൻ ഫൈറ്റ് നടത്തുന്നവർ ഒഴികെയുള്ളവർക്ക്. ജയിലർ അതിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് കാണിച്ചു തന്നു. ഇപ്പോൾ നേര് അതിലേക്കുള്ള മോഹൻലാലിന്റെ ചവിട്ടുപടിയാണ്, തിരിച്ചുവരവിലേക്കുള്ള ഒരു ചവിട്ടുപടി. ഇനി നേരിലേക്ക് വന്നാൽ ജിത്തു ജോസഫും മോഹൻലാലും എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞൊരു കാര്യമാണ്, നേരൊരു ഇമോഷണൽ കോർട്ട് ഡ്രാമയാണ്. ആ വാക്കിനോട് 100% നീതി പുലർത്തിയ സിനിമ അതാണ് നേര്. നമ്മൾ ബോളിവുഡിലൊക്കെ പല ടൈപ്പ് കോർട്ട് ഡ്രാമകൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും നല്ല ട്വിസ്റ്റും സസ്പെൻസും ഉള്ള പടങ്ങൾ. ഉദാഹരണത്തിന് സെക്ഷൻ 375, ജോളി LLB സീരീസ്, OMG സീരീസ്, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. ആ ഒരു വകുപ്പിലേക്കൊന്നും പെടുത്താൻ പറ്റിയൊരു കോർട്ട് ഡ്രാമയല്ല നേര്. ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് ഇമോഷൻ തന്നെയാണ്. ഈ സിനിമ ഒരു ക്യാരക്ടർ ഡ്രിവൺ സിനിമയാണ്. അങ്ങനെ ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ട് പോകുന്ന പടമായിട്ട് എനിക്ക് തോന്നിയില്ല. സ്ക്രീനിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഉള്ള ഇമോഷൻസ് കൃത്യമായി പ്രേക്ഷകരിൽ എത്തിക്കാൻ ജിത്തു ജോസഫിനും ശാന്തി മായാദേവിക്കും കഴിഞ്ഞിട്ടുണ്ട്. ക്യാരക്ടർ ഡ്രിവണായി പോകുന്ന മൂവികളിൽ അതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മോഹൻലാൽ തന്നെ, അദ്ദേഹത്തിന് പെർഫോം ചെയ്ത് തകർക്കാനുള്ള ഒരു സ്കോപ്പൊന്നും ഇതിലെ കഥാപാത്രത്തിനില്ല. പക്ഷെ ഉള്ള സ്പേസിൽ ഗംഭീരമായി മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എബിലിറ്റിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് അളക്കേണ്ട കാര്യമൊന്നുമില്ല. 2 സിദ്ദിഖ്. ഈ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പെർഫോം ചെയ്യാനുള്ള സ്കോപ്പുള്ള കഥാപാത്രം സിദ്ദിഖിൻ്റെയാണ്. അദ്ദേഹം നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിന്റെ മേലെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മോഹൻലാലും സിദ്ദിഖും ഒക്കെ ഇൻബോൺ പെർഫോമൻസ് ആണ്, അതിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷെ ഈ സിനിമയിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞ നടി അനശ്വര രാജനാണ്. അവർ മുമ്പ് അഭിനയിച്ച പടങ്ങളിൽ അങ്ങനെ അത്ര മികച്ച പെർഫോമൻസ് നടത്തി എന്നൊന്നും എനിക്ക് മുമ്പ് തോന്നിയില്ല. പക്ഷെ നേരിൽ അവർ വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ഗംഭീര പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ ജിത്തു ജോസഫിന്റെ കൂടെ തന്നെ ചെയ്തിരിക്കുന്നത് ശാന്തി മായാദേവിയാണ്. അവർ ഈ സിനിമയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രം ചെയ്തിട്ടുണ്ട്, അത് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിയാമണി, ഗണേഷ് കുമാർ, ഇവരൊക്കെ ചെറിയ റോളുകളാണെങ്കിൽ കൂടി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇതിലെ ജഡ്ജ് കഥാപാത്രം ചെയ്ത മാത്യു വർഗീസ്. അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസും ഗാംഭീര്യവും ഒക്കെ ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ജിത്തു ജോസഫ് പല ഇന്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യമുണ്ട്, ഏകദേശം 70-75% അവർ കോടതിയിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ഈ സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നേര് കാണുമ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ പൊതുവേ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു കോടതിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ സിനിമക്ക് പറ്റിയിട്ടുണ്ട്. ഈ സിനിമയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, 2 കഥാപാത്രങ്ങൾ അവരുടെ ഡയലോഗ്സിലൂടെ പ്രേക്ഷകനെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി കോടതിയിലെ ചില ടെക്നിക്കൽ കാര്യങ്ങൾ സിമ്പിളായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലുള്ള ബ്രെയിന് എന്തായാലും ശാന്തി മായാദേവി ആയിരിക്കാനാണ് സാധ്യത. ചുരുക്കത്തിൽ പറഞ്ഞാൽ നേര് എന്നെ സംബന്ധിച്ചൊരു മികച്ച അനുഭവമാണ്. എന്ന് വെച്ച് ഒരു എക്സ്ട്രാ ഓർഡിനറി തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയൊന്നുമല്ല നേര്. പക്ഷേ ഈ ഒരു അഭിപ്രായം വെച്ചിട്ട് തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ടാഗ് മിനിമം നേരിന് കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5.